ഹായ് മക്കളെ ഹായ്. നമ്മൾ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. ഓരോ ക്വസ്റ്റ്യൻസും അതായത് ഓരോ ചാപ്റ്റേഴ്സിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസും എൻ സി ആർ ടിന്റെ പുറത്തുനിന്നുള്ള അതായത് ഔട്ട് ഓഫ് എൻ സി ആർ ടിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാറ് ഇവിടെ നിന്ന് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. അതായത് കംപ്ലീറ്റ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഇത് കറക്റ്റ് വർക്ക്ഔട്ട് ചെയ്യുക. ബോർഡ് എക്സാമിന് വന്നിട്ടുള്ളതും വരാൻ സാധ്യതയുള്ളത് ആയിട്ടുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഉഷാറായിട്ട് എന്ത് ചെയ്യുക നോക്കുക. അപ്പൊ അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ പൊതുവെ നമുക്ക് ഫിഗർ ഒക്കെ കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പൊ ഇതിലാകെ നമുക്ക് നോക്കാനുള്ളത് ട്രിഗണോമെട്രിക് റേഷ്യോസിലുള്ള സൈൻ, കോസ്, ടാൻ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇത് പഠിക്കാനുള്ളൂ. അതിന്റെ സ്പെസിഫിക് റേഷ്യോസ് ആയിട്ടുള്ള 30 ഡിഗ്രി, 60 ഡിഗ്രി, 45 ഡിഗ്രി ഇത് മൂന്നും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാപ്റ്റർ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കുക, എപ്പോഴും ചിലപ്പോ ഒരു 1 ട്രയാങ്കിളോ അല്ലെങ്കിൽ 2 ട്രയാങ്കിൾസിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നുണ്ടാവുക. ഈ 2 ട്രയാങ്കിൾസും എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതില് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ 2 ട്രയാങ്കിൾ എഴുതിയിട്ട് 2 ഇക്വേഷൻസ് ആക്കി വെക്കുക. എന്നിട്ട് ആ ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ ആൻസർ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും നമുക്ക് കിട്ടും. അപ്പൊ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്ന് നോക്കി നോക്കാം അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് എ ടവർ ആൻഡ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ഷാഡോ ഓൺ ദ ഗ്രൗണ്ട് ഈസ് √3:1. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് സൺ? അപ്പൊ നമുക്കറിയാം ഇവിടെ ഒരു എന്തുണ്ട്, ആദ്യം നിങ്ങൾ ആ ഫിഗർ മനസ്സിലോട്ടൊന്ന് വരിക, മനസ്സിലോട്ട് കൊണ്ടുവരിക, എന്നിട്ട് വരയ്ക്കുക. ഇവിടെ എന്തുണ്ട്, ഒരു ടവർ ഉണ്ട്, അതിന്റെ ഷേഡോ ഉണ്ട്. ആ ഷേഡോ സൺ എലിവേഷൻ അല്ലെ, സണ്ണിന്റെ എലിവേഷൻ എത്രയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ടവർ ഉണ്ട്, ഇതിന്റെ ഷേഡോ ഉണ്ടായിട്ടുണ്ട്. ഷേഡോ ഉണ്ടാവാൻ ഇവിടെ ഒരു എലിവേഷൻ ആംഗിൾ ഓഫ് എലിവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന് നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട് ദ ലെങ്ത് ഓഫ് ഇറ്റ് ഷാഡോയും ഹൈറ്റ് ഓഫ് ദ ടവറും റേഷ്യോ √3:1 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കുക. ഇവിടെ തീറ്റയുടെ ഓപ്പോസിറ്റ് തന്നിട്ടുണ്ട്, അഡ്ജസന്റ് തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റും അഡ്ജസന്റും വരികയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ആ റേഷ്യോ? യെസ്, ഏതായിരിക്കും? ടാൻ അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ ടാൻ തീറ്റ എടുക്കാം. ടാൻ തീറ്റ എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് √3 ആണ്, അഡ്ജസെന്റ് സൈഡ് 1 ആണ്. സോ √3/1 ഈക്വൽ ടു √3. നോക്കടാ, ടാൻ തീറ്റ √3 ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് തീറ്റ ഏത് ആംഗിൾ ആവുമ്പോഴാണ് ടാൻ √3 ആവുക? പഠിച്ചിട്ടുണ്ട്, 60 ഡിഗ്രി അല്ലെ. സോ അതുകൊണ്ട് തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി ആയിരിക്കും എന്ത് നമ്മളെ ആൻസർ ആയിട്ട് വരിക. സോ ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് സൺ ഈസ് 60 ഡിഗ്രി. അപ്പൊ ഇവിടെ 60 ഡിഗ്രി ആവും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലോവർ വിൻഡോ ഓഫ് എ ഹൗസ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 2 മീറ്റർ above the ground and its upper window is 4 meter vertically above the lower window. At the certain instant, the angles of elevation of a balloon from these windows are observed to be 60 degree and 30 degree respectively. Find the height of the balloon above the ground. ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് ഒരു പിക്ചർ മനസ്സിൽ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക, എന്നിട്ട് അത് വരയ്ക്കാം. അപ്പൊ ആ റഫ് ഫിഗർ വരയ്ക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ഇതിലുണ്ട്, എ ലോവർ വിൻഡോ അല്ലെ, ലോവർ വിൻഡോ ഉണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ആൻഡ് എ ഹൈറ്റ് ഓഫ് 2 മീറ്റർ above the ground and its upper window is 4 meter vertically above the lower window. At certain instant, the angle of elevation of a balloon from these windows are observed to be 60 degree and 30 degree respectively. Find the height of the balloon above the ground എന്നാ പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഇവിടെ എന്തുണ്ട്, ഒരു ലോവർ വിൻഡോ ഉണ്ട്, അതിൽ നിന്ന് ആദ്യം ബലൂണിനെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഒരു അപ്പർ വിൻഡോ ഉണ്ട്, അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ബലൂണിനെ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ലോവർ വിൻഡോ എന്ന് പറഞ്ഞാല്, ഈ ലോവർ വിൻഡോ എന്താണ്, ലോവർ വിൻഡോ ഈസ് അറ്റ് ഹൈറ്റ് ഓഫ് 2 മീറ്റർ above the ground. അപ്പൊ നമുക്കൊരു ഗ്രൗണ്ട് ഇവിടെ വരയ്ക്കാം. ഗ്രൗണ്ടിൽ നിന്ന് 2 മീറ്റർ above ആണ് ലോവർ വിൻഡോ. പിന്നെ ആൻഡ് ഇറ്റ്സ് അപ്പർ വിൻഡോ ഈസ് 4 മീറ്റർ വേർട്ടിക്കലി. അപ്പൊ 4 മീറ്റർ വേർട്ടിക്കലി above ഇവിടെ ഒരു അപ്പർ വിൻഡോ ഉണ്ട്. ദെൻ ഇവിടെ നിന്നാണ് നമ്മൾ ബലൂണിന് എന്ത് ചെയ്യുന്നത് കാണുന്നത്. അപ്പൊ ബലൂൺ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വരച്ചാൽ ഈ ബലൂണിനെ ഇവിടുന്ന് നോക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്.
ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ വരക്കാം, അല്ലെ, ഇവിടെയും ഒരു ഹൊറിസോണ്ടൽ ഇങ്ങനെ വരക്കാം. എന്നിട്ട് ഈ ബലൂണിന്റെ താഴോട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ ഫിഗർ ജസ്റ്റ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇവിടെ 2 മീറ്റർ ആണ്, ഇവിടെ 4 മീറ്റർ ആണ്. ഇത് നമുക്ക് അറിയില്ല, ഒരു എക്സ് എടുക്കാം. ഇനി വേണമെങ്കിൽ ഇതിന് എന്ത് ചെയ്യാം, നെയിം ചെയ്യാം. അപ്പോ എ ബി സി ഡി ഇ എഫ് ജി. ഓക്കെ, ഓക്കെ, ഇ എഫ് ജി. ഇനി നോക്കുക, നമുക്ക് ഈ സൈഡ് അറിയില്ല, ഇതൊക്കെ എക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ സൈഡൊക്കെ എക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി നിങ്ങൾ നോക്കണേ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഹൈറ്റ് ആണ്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബലൂൺ എബോവ് ദ ഗ്രൗണ്ട്? അപ്പൊ ഈ ഹൈറ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഈ ഹൈറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഫൈൻഡ് ചെയ്യേണ്ടത് ഈ ഹൈറ്റ് ആണ്. ഓക്കെ, ഈ ഹൈറ്റ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് ഈ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫൈൻഡ് ചെയ്യേണ്ടത്. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യാം, ഇവിടെ ആംഗിൾ ഓഫ് എലിവേഷൻ ഫസ്റ്റ് തന്നിട്ടുള്ള എന്താ, ഇവിടെ ഫസ്റ്റ് തന്നിട്ടുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി, ദെൻ സെക്കൻഡ് 30 ഡിഗ്രി. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്തിട്ട് ഓരോ ഇക്വേഷൻ ആക്കി വെക്കുക. ഫസ്റ്റ് ട്രയാങ്കിൾ എടുത്താൽ ആ ട്രയാങ്കിളിൽ എന്താ കിട്ടുക, 30 ഡിഗ്രിന്റെ ഓപ്പോസിറ്റും അഡ്ജസന്റും കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഫസ്റ്റ് ട്രയാങ്കിളിൽ ടാൻ എടുക്കാം. ടാൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് സൈഡ് എച്ച് ആണ്, അഡ്ജസന്റ് സൈഡ് എക്സ് ആണ്. ടാൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ, 1/√3 ആണ്. സോ അത് ക്രോസ് ചെയ്താൽ എക്സ് ഈക്വൽ ടു h√3. ഫസ്റ്റ് ഇക്വേഷൻ അവിടെ ഫോം ചെയ്തു. ഇനി എന്ത് ചെയ്യാം, ഈ 60 ഡിഗ്രി വരുന്നതിന്റെ ഓപ്പോസിറ്റും അഡ്ജസന്റും, അഡ്ജസന്റ് ഇവിടെ എക്സ് ആണ് വരുന്നത്, അതുകൊണ്ട് 60 എന്തെന്നെ എടുക്കാം, നമുക്ക് ടാൻ 60 ഡിഗ്രി എടുക്കാം. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 4+h ആണ്, അഡ്ജസന്റ് എക്സ് ആണ്. ടാൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ √3 ആണ്. സോ എക്സ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ x√3 എന്ന് വരും. x√3 ഈക്വൽ ടു 4+h. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ഫ്രം 1 and 2 നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 1 and 2 നമുക്ക് എന്ത് എഴുതാം, യെസ്, ഇവിടെ 2 x√3 ഈക്വൽ ടു 4+h, x√3 ഈക്വൽ ടു 4+h ആണ്. അതിൽ എക്സിനെ മാറ്റിയിട്ട്, എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇതാ h√3 ആണ്. എക്സ് മാറ്റിയിട്ട് h√3 ഇൻറ്റു √3 എന്നാവും. ദെൻ 4+h. h√3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ 3h ഈക്വൽ ടു 4+h ആണ്. 3h നിന്ന് h മൈനസ് ചെയ്താൽ 2h ഈക്വൽ ടു 4 ആണ്. h ഈക്വൽ ടു 4/2 ഈക്വൽ ടു 2. h എന്ത് കിട്ടി, 2. സോ h നമുക്ക് 2 മീറ്റർ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ച ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബലൂൺ എബോവ് ദ ഗ്രൗണ്ട് എന്നാ ചോദിച്ചിട്ടുള്ളത്. മക്കളെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ഹൈറ്റ് എത്ര, ടോട്ടൽ ഹൈറ്റ് എത്ര വരുന്നത്, 2 4 2. ടോട്ടൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എല്ലതും ആഡ് ചെയ്താൽ മതി. ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2 + 4 + 2, ടോട്ടൽ 8 മീറ്റർ ആയിരിക്കും. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാം, ഇതൊരു ട്രയാങ്കിൾസിന്റെ ഫോമിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ബാക്കി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും സിമ്പിൾ ആയിട്ട് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഫിഗർ നിങ്ങളെ മനസ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ചാപ്റ്റർ ആണ് സം അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗോണോമെട്രി. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ദ ലെങ്ത് ഓഫ് എ സ്ട്രിംഗ് ബിറ്റ്വീൻ എ കൈറ്റ് ആൻഡ് എ പോയിന്റ് ഓൺ ഗ്രൗണ്ട് ഈസ് 85 മീറ്റർ. If the string makes an angle theta with the ground level such that tan theta equal to 15/8, then find the height of the kite from the ground. Assume that there is no slack in the string. ഇവിടെ എന്തില്ല, സ്ട്രിങ്ങിൽ ഒരു സ്ലാക്കും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടേ, ഈ ഒരു ഇതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ CBSE ബോർഡ് എക്സാമിന് വന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, നിങ്ങൾ നോക്കുക, ഇവിടെ ദ ലെങ്ത് ഓഫ് എ സ്ട്രിങ് ബിറ്റ്വീൻ എ കൈറ്റ് ആൻഡ് എ പോയിന്റ് ഓൺ ഗ്രൗണ്ട് ഈസ് 85 മീറ്റർ. ദർ ഈസ് നോ സ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കറക്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ഈ സ്ട്രിങ്ങിന് എന്തില്ല, സ്ലാക്ക് ഇങ്ങനെ ചുളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നമുക്കറിയാം ഇവിടെ ഒരു കൈറ്റ്, അല്ലെ, ബീച്ചിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ, ബീച്ചിലൊക്കെ പോകുമ്പോൾ കൈറ്റ് ഒക്കെ ഇങ്ങനെ പറത്തി കളിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കൈറ്റ് ഉണ്ട്, അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ടിൽ ഒരു പോയിന്റ് ആയിട്ട് ലെങ്ത് എത്ര, 85 മീറ്റർ ആണ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആക്കിയിട്ട് ഇങ്ങനെ ഫോം ചെയ്യാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആക്കിയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, ഇതാണ് ഇവിടെ ആംഗിൾ ഓഫ് എലിവേഷൻ വരുന്നത്. അതിന് ഞാൻ തീറ്റ എന്ന് എടുത്തു. ഇവിടെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, ടാൻ തീറ്റ ഈക്വൽ ടു 15/8 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ടാൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുക ദെൻ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ കൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട്. അല്ലെ, ഇവിടുന്ന് ഈ ലെങ്ത് എത്രയാണ്? കുറെ കുട്ടികൾ വിചാരിക്കും ഇത് 15 ആണ് എന്നുള്ളത്. അല്ലെ, 15 ആണല്ലോ തന്നിട്ട്, ബട്ട് ഇത് 15 അല്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ടാൻ തീറ്റ ഏറ്റവും ബേസിക് ഫോമിലാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് കട്ട് ചെയ്തിട്ട്. ചിലപ്പോ ഇത് നിങ്ങൾക്ക് എന്തായിരിക്കും, ചിലപ്പോ ഇത് 30/16 ആണെങ്കിലോ അതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് 13/16 ആവാം. ഇത് ചിലപ്പോ എന്താവാം, 13/16 ആവാം. ഇത് കട്ട് ചെയ്തിട്ട് ചിലപ്പോ 15/8 എഴുതി വെച്ചാണെങ്കിലോ നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിന് രണ്ടിനും ഏതോ ഒരു മൾട്ടിപ്പിൾ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ 15x/8x എന്ന് എഴുതാം. സോ ഇത് 15x ആണ്, ഇത് 8x ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ഈ 15x ആണ് നമ്മളെ ആൻസർ. ബട്ട് നമുക്ക് ഇവിടെ എക്സ് അറിയോ? ഇല്ല. പക്ഷേ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. പൈതഗോറസ് യൂസ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ നമുക്ക് പൈതഗോറസ് യൂസ് ചെയ്യാം. എന്തായിരുന്നു, 15x ഹോൾ സ്ക്വയർ പ്ലസ് 8x ഹോൾ സ്ക്വയർ ഈക്വൽ ടു 85 സ്ക്വയർ. ചെയ്ത ആൻസർ കിട്ടും. 15x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15ന്റെ സ്ക്വയർ 225x സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ 64x സ്ക്വയർ ഈക്വൽ ടു 85 സ്ക്വയർ. ദെൻ ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്കറിയാം 289x സ്ക്വയർ ഈക്വൽ ടു 85 സ്ക്വയർ. ഈ 289 എന്ന് പറഞ്ഞത് 17 സ്ക്വയർ ആണ്. 17 സ്ക്വയർ ആണ് 289. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 289 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 85 സ്ക്വയർ ഡിവൈഡഡ് ബൈ 17 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? മാത്രല്ല ഇതിൽ നിന്ന് നമുക്ക് സ്ക്വയർ കോമൺ ആക്കി എടുത്താൽ 85/7 ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ, അതും എഴുതാം. 85/7 ഡിവൈഡ് ചെയ്താൽ 5 ആണ് കിട്ടുക. സോ 5 സ്ക്വയർ. എക്സ് സ്ക്വയർ ഈക്വൽ ടു 5, ദെൻ എക്സ് ഈക്വൽ ടു എന്താ, 5. എക്സ് സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ, ദെൻ എക്സ് ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു, 15x ആണ്. സോ 15 × 5 ഈക്വൽ ടു 75 ആയിരിക്കും എന്ത്, ഫൈനൽ ആൻസർ. അതായത് ദ ഹൈറ്റ് ഓഫ് ദ കൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് ഈസ് 75 മീറ്റർ. 75 മീറ്റർ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് കൺഫ്യൂഷൻ അടിക്കരുത്. എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ റേഷ്യോ തന്നാൽ പോലും നിങ്ങൾ അതൊരു മൾട്ടിപ്പിൾ ആക്കിയിട്ട് എന്ത് ചെയ്യണം, എടുക്കണം. ഓക്കെ. ഇനി the angle of elevation of top Q of a vertical tower PQ from a point X on the ground is 60 degree. At a point R 40 meter vertically above X, the angle of elevation of top Q of tower is 45 degree. Find the height of the tower PQ and distance PX. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഇതില് the angle of elevation of top of Q of a vertical tower PQ. അപ്പൊ നമുക്കൊരു vertical tower PQ വരക്കണം. vertical tower PQ വരക്കണം, PQ. ഇനി ഇതിന്റെ ഫ്രം എ പോയിന്റ് എക്സ് എന്ന ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പൊ ഇവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എക്സ് എന്ന് ക്യൂലോട്ടുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി ആണ്. ഓക്കെ. ദെൻ അറ്റ് എ പോയിന്റ് ആർ 40 മീറ്റർ വേർട്ടിക്കലി അബോവ് എക്സ്. അപ്പൊ ഇവിടെ ഒരു 40 മീറ്റർ വേർട്ടിക്കലി അബോവ് ഒരു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് ഉണ്ട്. ഇവിടുന്ന് ആംഗിൾ ഓഫ് എലിവേഷൻ, അപ്പൊ ഇവിടുന്ന് ആംഗിൾ ഓഫ് എലിവേഷൻ വരയ്ക്കാൻ വേണ്ടി സാറിന് ഹൊറിസോണ്ടൽ വരച്ചു. എന്നിട്ട് ഇവിടുന്ന് ഒരു ആംഗിൾ ഓഫ് എലിവേഷൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ആംഗിൾ ഓഫ് എലിവേഷൻ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയായിരുന്നു, 30 ഡിഗ്രി. 30 അല്ല, 45 ഡിഗ്രി. അപ്പൊ ഫൈൻഡ് ചെയ്യാം. എന്തൊക്കെ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു, ഫൈൻഡ് ദ ടവർ ഓഫ് പി ക്യൂ. പി ക്യൂവിന്റെ ഹൈറ്റും കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇവിടെ 40 ആണ്. അതുപോലെ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് പി എക്സ്. ഈ പി എക്സിനെ നമുക്ക് എക്സ് ആക്കി എടുക്കാം അല്ലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇത്. ഇവിടെ എക്സ് ഉണ്ട്, ഇതായിരുന്നു പോയിന്റ് എക്സ് കേട്ടോ. ഇവിടെയാണ് എക്സ്, ഇത് പോയിന്റ് ആർ ആണ്.
ഓക്കെ, അപ്പൊ നമ്മളോട് പി എക്സ് ചോദിച്ചിട്ടുണ്ട്. പി എക്സിനെ വേണമെങ്കിൽ നമുക്കൊരു എന്താക്കിയിട്ട് എടുക്കാം, ഒരു എം ആക്കിയിട്ട് എടുക്കാം. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇത് ഒരു എസ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇത് 40 മീറ്റർ ആണ്, ഇവിടെ എത്രയും നമുക്കറിയില്ല, അതുകൊണ്ട് ഇതിനെ എന്താക്കി എടുക്കാം, ഒരു എൻ ആക്കിയിട്ട് എടുത്തു സാർ. ഓക്കെ, അപ്പൊ രണ്ട് ട്രയാങ്കിൾ സാധാ പോലെ കൺസിഡർ ചെയ്യാം. ഫസ്റ്റത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടാൻ 45 ഡിഗ്രി എടുക്കാം. ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ എൻ ആണ്, അഡ്ജസന്റ് സൈഡ് എം ആണ്. സോ ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആണ് നമുക്കറിയാം. സോ അതുകൊണ്ട് എൻ ഈക്വൽ എം. ഏത് നമ്പർ നിങ്ങൾക്ക് എടുക്കാം സാറ്, എന്താ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും നമ്പർ എടുത്താണ് ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി അടുത്ത എന്ത് ചെയ്യാ, അടുത്ത ടാൻ 60 ഡിഗ്രി എടുത്താൽ ഓപ്പോസിറ്റ് സൈഡ് എന്താ 40 പ്ലസ് എൻ ആണ്, അഡ്ജസന്റ് സൈഡ് എം ആണ്. സോ ടാൻ 60 എന്ന് പറഞ്ഞാൽ √3 ആണ്. അപ്പൊ എം ഇൻറ്റു √3 എന്ന് വരും. എം ഇൻറ്റു √3 ഈക്വൽ ടു 40 പ്ലസ് എൻ എന്ന് കിട്ടും. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഫ്രം 1 and 2 ശ്രദ്ധിക്കണേ, ഫ്രം 1 and 2 നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫൈൻഡ് ചെയ്യാം. എം ഈക്വൽ ടു എൻ ആയതുകൊണ്ട് എമ്മിനെ സാറ് മാറ്റിയിട്ട് എൻ ആക്കി. എൻ √3 ഈക്വൽ ടു 40 പ്ലസ് എൻ. ഓക്കെ, ദെൻ ഈ എന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എൻ √3 മൈനസ് എൻ ഈക്വൽ ടു 40. എൻ കോമൺ ആക്കി എടുത്താൽ √3 മൈനസ് 1 ഈക്വൽ ടു 40. √3 മൈനസ് 1 ട്രാൻസ്പോസ് ചെയ്ത് ഈ സൈഡിലെത്തിയാൽ 40 ബൈ √3 മൈനസ് 1. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ റാഷണലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, എക്സാമിന് ചില സമയത്ത് ഇതിന്റെ √3ന്റെ വാല്യൂ തന്നിട്ടുണ്ടാവും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് √3 പ്ലസ് 1 ബൈ √3 പ്ലസ് 1 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ മുകളിൽ എന്താവും 40 ഇൻറ്റു √3 പ്ലസ് 1 ബൈ താഴെ 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2. 40നെ 2 കൊണ്ട് കട്ട് ചെയ്താൽ 20 √3 പ്ലസ് 1. സോ n ഈക്വൽ 20 പ്ലസ് √3 പ്ലസ് 1 ആയി. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ പി ക്യൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് അറിയാം ഹൈറ്റ് ഓഫ് ദ പി ക്യൂ. ഹൈറ്റ് ഓഫ് ദ പി ക്യൂ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൂട്ടണം, 14 കൂട്ടണം 20 പ്ലസ് √3 പ്ലസ് 1. സോ 20 √3 പ്ലസ് 1 പ്ലസ് 40 മീറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് √3ന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതണം. ദെൻ ഇവിടെ √3ന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തരാത്തതുകൊണ്ടാണ് സാർ അവിടെ √3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്തത്. ഇവിടെ എന്താ പിന്നെ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് പി എക്സ്. പി എക്സ് എന്ന് പറഞ്ഞാൽ എം ആണ്, എം ഈക്വൽ ടു എൻ ആണ്. എൻ ഇവിടെ എന്താ കിട്ടിയിട്ടുള്ളത് 20 √3 പ്ലസ് 1 ആണ്. സോ ലെങ്ത് ഓഫ് ഡിസ്റ്റൻസ് ഓഫ് പി എക്സ്, ഡിസ്റ്റൻസ് ഓഫ് പി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് 20 √3 പ്ലസ് 1 മീറ്റർ ആണ്. വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സെയിം ആൻസർ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ് കേട്ടോ മക്കളെ. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് മാത്സിലെ ഹാപ്പിനെസ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വർക്ക്ഷീറ്റിലൊക്കെ തരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഹാപ്പിനെസ് ആണ് എന്ത്, അതാണ് മാത്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന സക്സസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് an aeroplane from a point on ground is 60 degree. After a flight 15 seconds, the angle of elevation changes to 30 degree. If the aeroplane is flying at a constant height of 1500 √3 meter, find the speed of the aeroplane in kilometer per hour. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ, ഇതുപോലത്തെ സ്പീഡ് തരുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആരും പേടിക്കണ്ട, സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് സാറ് പറഞ്ഞുതരാൻ പോകുന്നത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇനി ഡിസ്റ്റൻസ് ചോദിച്ചാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, എന്താണ് ഫിഗർ എന്നുള്ളത് മനസ്സിലോട്ട് കൊണ്ടുവരിക. ബാബുമോനാണ് ഇവിടെ പൈലറ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്, ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് എയറോപ്ലെയിൻ ഫ്രം എ പോയിന്റ് ഓൺ ഗ്രൗണ്ട് ഈസ് 60 ഡിഗ്രി. ആഫ്റ്റർ ഫ്ലൈറ്റ് ഓഫ് 15 സെക്കൻഡ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ചേഞ്ചസ് 30 ഡിഗ്രി. ബാബുമോൻ എന്ത് ചെയ്യാണ്, ഫ്ലൈറ്റ് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം ഒരു പോയിന്റിൽ നിന്ന് ഫ്ലൈറ്റിലോട്ട് നോക്കുമ്പോ 60 ഡിഗ്രി ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ എന്തായി, അത് 30 ഡിഗ്രി ആയിട്ട് മാറി എന്നാ പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഇവിടെയാണ് ഫ്ലൈറ്റ് ഓടിക്കുന്നത്. അങ്ങനെ ഈ പോയിന്റിൽ നിന്ന് ഫ്ലൈറ്റിലോട്ട് നോക്കുമ്പോ എത്രയായിരുന്നു, ഈ ആംഗിൾ ഓഫ് എലിവേഷൻ നോക്കിയപ്പോ 60 ഡിഗ്രി ആയിരുന്നു. എത്രയായിരുന്നു, 60 ഡിഗ്രി. ഇനി കുറച്ച് കഴിഞ്ഞപ്പോ അപ്പൊ ഇത് ഒരു റൈറ്റ് ആംഗിൾ ആക്കി മാറ്റി. കുറച്ചൊരു 15 സെക്കൻഡ് കഴിഞ്ഞു. അപ്പൊ ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോ വീണ്ടും ഈ പോയിന്റ് നോക്കി, വീണ്ടും ഈ പോയിന്റ് നോക്കിയപ്പോ ആദ്യത്തെ 60 ഡിഗ്രി ആണ്. ഒന്നുകൂടി ഭംഗിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതാ ഒന്നുകൂടി ചെറുതാക്കി ഇവിടെ ഇതാ 60 ഡിഗ്രി.
കുറച്ച് കഴിഞ്ഞപ്പോ എന്തായി, പോയിന്റ് ഇവിടെ എത്തി, ഇവിടെ എത്തിയപ്പോ വീണ്ടും ഇവിടുന്ന് എന്തായി നോക്കി. ഓക്കെ, വീണ്ടും ഇവിടെ നോക്കിയപ്പോ ആംഗിൾ കുറച്ചും കൂടി എന്തായി, ചെറുതായി. എത്രയായി, 30 ഡിഗ്രി ആയി. ആംഗിൾ 30 ഡിഗ്രി ആയി. സോ അപ്പൊ ഇവിടെ രണ്ട് ഹൊറിസോണ്ടൽ വരക്കാം, രണ്ട് വേർട്ടിക്കൽ നമുക്ക് വരക്കാം. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം എന്ന് ചോദിച്ചാല്, ഇവിടെ എപ്പോഴും കോൺസ്റ്റന്റ് ഹൈറ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് എപ്പോഴും എന്തായിരിക്കും, 1500√3 ആണ് ഇവിടെ എപ്പോഴും വരുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഈ ഡിസ്റ്റൻസ് ആണ്, ഇതിനെ സാറ് എക്സ് എന്ന് എടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയാത്തതുകൊണ്ട് ഇതിനെ വൈ എന്ന് വിളിക്കാം, അല്ലെ? ഓക്കെ, അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളിലും ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ടാൻ 60ന്റെ ചെറിയ ട്രയാങ്കിൾ എടുക്കാം. സോ ഫസ്റ്റ് ട്രയാങ്കിൾ ടാൻ 60 എടുത്താൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം 1000√3 ആണ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് y ആണ്. ടാൻ 60 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, √3 ആണ്. സോ y-നി √3-നി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോസ് ചെയ്താൽ ഈ √3 ഇവിടെ എത്തും, y അവിടെ എത്തും. അപ്പൊ എന്താവും, √3 കട്ടാവും, y ഈക്വൽ ടു 1500 എന്ന് കിട്ടും. ഇതാണ് എന്ത്, ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് ഫോം ചെയ്യുന്നത്. 1500 ഇതാണ് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ. നെക്സ്റ്റ് നോക്കുക, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഫോം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത എന്ത് ചെയ്യുക, അടുത്ത ട്രയാങ്കിൾ എടുക്കുക, ടാൻ 30 ഡിഗ്രി എടുക്കുക. അപ്പൊ എന്തെങ്കിലും കിട്ടുന്നുണ്ടാവുക, ഓപ്പോസിറ്റ് സൈഡ് നമുക്കറിയാം 1500√3 ആണ്. ബൈ അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ്. ഈക്വൽ ടു ടാൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. ഇത് ക്രോസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു, ക്രോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഈ √3 × √3 ഇൻറ്റു ചെയ്യുക. അപ്പൊ 1500√3 × √3 എന്ന് പറയുമ്പോൾ 1500 × 3 എന്ന് വരും. അപ്പൊ 4500 എന്ന് വരും, അല്ലെ? ഇതിങ്ങനെ ക്രോസ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് കിട്ടും, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെക്കൻഡ് ഇക്വേഷൻ ഫോം ചെയ്തു. നിങ്ങൾ നോക്കണേ, y 1500 ആണ്. അപ്പൊ ഈ y അവിടെ പോകുമ്പോ എന്തായി, എക്സ് ഈക്വൽ ടു y 1500 ആണ്. അതുകൊണ്ട് 4500 എന്ന് 1500 മൈനസ് ചെയ്താൽ 3000. അപ്പൊ എക്സ് കിട്ടി മക്കളെ, ഡിസ്റ്റൻസ് കിട്ടി. നമ്മളോട് ചോദിച്ചിട്ടുള്ള സ്പീഡാണ്. സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താൽ മതി. സോ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് 3000 എന്ന് കിട്ടിയിട്ടുണ്ട്. ടൈം 15 സെക്കൻഡ് ആണ്. കട്ട് ചെയ്താൽ, ഇത് രണ്ടും കട്ട് ചെയ്താൽ 200 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എന്ത് കിട്ടും, ഡിസ്റ്റൻസ് കിട്ടും. ബട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ, ചോദിച്ചിട്ടുള്ളത് കിലോമീറ്റർ പെർ അവറിലാണ്. നമുക്കറിയാം കിലോമീറ്റർ പെർ അവറിന്ന് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 5/18 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. സോ ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിലോമീറ്റർ പെർ അവറിലോട്ടാണ് മാറ്റേണ്ടത്. അപ്പൊ നമ്മൾ നേരെ തിരിച്ച് 18/5 കൊണ്ട് ഇൻറ്റു ചെയ്യുക. സോ 20നെ നമ്മൾ ഇതുകൊണ്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 ആണ്. അപ്പൊ 40 × 18 എന്ന് കിട്ടും. 4 × 18 72 ആണ്. അപ്പൊ 720 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും നമ്മളെ ആൻസർ ആയിട്ട് വരിക. എന്തായിരിക്കും ഇതിന്റെ സ്പീഡ്, എന്താ, 720 കിലോമീറ്റർ പെർ അവർ. അപ്പൊ നിങ്ങൾ നോക്കണേ, ബാബുമോനെ ഈ എന്താ 15 സെക്കൻഡ് കൊണ്ട് 15 അല്ലെ, വെറും 15 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം പോയിട്ടുണ്ട്, 300 മീറ്റർ എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ. ഭയങ്കര സ്പീഡിലാണ് എന്ത് പോകുന്നത്, എയറോപ്ലെയിൻ പോകുന്നത്, അല്ലെ? ഓക്കെ, ഇനി നമുക്ക് നോക്കാല്ലേ ബാബുമോന്റെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. The pilot of an aircraft flying horizontally at a speed of 1200 kilometer observes that the angle of depression of a point on ground changes from 30 degree to 45 degree in the 15 second. Find the height at which the angle at which the aircraft is flying എന്നാ ചോദിച്ചത്. ഇവിടെ ബാബുമോനാണ്. നേരത്തെ നമ്മൾ ഒരു പോയിന്റ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. ബട്ട് ഇവിടെ എന്താണ് പറയുന്നത്, ബാബുമോന്റെ കേസാണ് പറയുന്നത്. അപ്പൊ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കി നോക്കുക. ഇവിടത്തെ പൈലറ്റ് ബാബുമോൻ ഇവിടെ ഇരിക്കുകയാണ്, പൈലറ്റ്. ഓക്കെ, ആ പൈലറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ടിൽ ഒരു പോയിന്റ്, ഗ്രൗണ്ടിൽ ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റ് 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കണ്ടിട്ടുണ്ട്. 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കണ്ടിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്തു, 15 സെക്കൻഡ് ഇത് ഫ്ലൈ ചെയ്തു. അപ്പൊ 15 സെക്കൻഡ് ഫ്ലൈ ചെയ്തിട്ട് വീണ്ടും 15 സെക്കൻഡ് ഫ്ലൈ ചെയ്തിട്ട് വീണ്ടും ഈ പോയിന്റിലോട്ട് നോക്കിയപ്പോൾ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ വരക്കാം, ഒരു വേർട്ടിക്കൽ വരക്കാം. എന്നിട്ട് വീണ്ടും ഇതിലോട്ട് നോക്കിയപ്പോൾ എത്ര ആയിട്ടുള്ളത്,
45 ഡിഗ്രി ആണ് ആയിട്ടുള്ളത് എന്നാ പറഞ്ഞു. അപ്പൊ 30ന്ന് 45 ആയി. ജസ്റ്റ് ഇതൊന്ന് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതില് നമുക്കറിയാം ഇവിടെയാണ് 30 ഡിഗ്രി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ ആയിരിക്കും അതിന്റെ നേരെ ഓൾട്ടർനേറ്റ് ഇവിടെ ആയിരിക്കും. ഇവിടെ 45 ഡിഗ്രി വന്നുകൊണ്ട് നമുക്കറിയാം ഈ കംപ്ലീറ്റ് ആംഗിൾ ആയിരിക്കും എന്ത്, 45 ഡിഗ്രി. ഒന്നുകൂടി നോക്കാം. 30 ഡിഗ്രി എന്ന് പറഞ്ഞ രണ്ടും 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ 30 വന്നുകൊണ്ട് ഇതാണ് 30. ഇനി 40 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ കംപ്ലീറ്റ് ഇവിടെയാണ് 40, അതുകൊണ്ട് ഈ കംപ്ലീറ്റ് ആംഗിൾ ആയിരിക്കും 45 ഡിഗ്രി ആവുന്നുണ്ടാവുക. 45 ഡിഗ്രി. ഓക്കെ, 45 ഡിഗ്രി ഈ കംപ്ലീറ്റ് ആംഗിൾ ആണ് 45 ഡിഗ്രി ആവുന്നത്. ഇനി നമ്മൾ സാധാ പോലെ ഈ ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ് എന്ത് മസ്റ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ടി. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട് 1200. അതായത് ഇപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ് 1200 സ്പീഡിൽ വന്നിട്ടുള്ളത്. അതിന്റെ സമയം തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാലോ അല്ലെ. ഈ ഡിസ്റ്റൻസിനെ സാർ എന്ത് ചെയ്തു, ഇതാ ഇതിനൊരു പേരൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, ABCDE. അപ്പോ AC കണ്ടുപിടിക്കാൻ, AC എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. സ്പീഡ് 1200 ആണ്, ടൈം 15 സെക്കൻഡ് ആണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ടൈം തന്നിട്ടുള്ള 15 സെക്കൻഡിലാണ്. അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്യണം, ഹവറിൽ ആക്കണം. ബിക്കോസ് ഇവിടെ സ്പീഡ് തന്നിട്ടുള്ള കിലോമീറ്റർ പെർ ഹവറിലാണ്. അപ്പോൾ 0യും 0യും കട്ട് ചെയ്യുക, 0യും 0യും കട്ട് ചെയ്യുക, 6ഉം 12ഉം 2, ഇനി 2നും 6നും 3, അപ്പൊ 15/3 = 5. സോ 5 കിലോമീറ്റർ ആയിരിക്കും. 5 കിലോമീറ്റർ ആണ് ഈ ഡിസ്റ്റൻസ്. ബാബുമോൻ 15 സെക്കൻഡ് അല്ലെ, 15 സെക്കൻഡ് കൊണ്ട് 5 കിലോമീറ്റർ പോയിട്ടുണ്ട്. ഭയങ്കര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പറത്താണ് അല്ലെ, ചും പറഞ്ഞാണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ള, ഫൈൻഡ് ദ ഹൈറ്റ് അറ്റ് വിച്ച് ദ എയർക്രാഫ്റ്റ് ഫ്ലൈ. ഈ ഹൈറ്റ് H ആണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 5 കിലോമീറ്റർ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് അറിയാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു X എടുത്തു. ഇനി സാധാ പോലെ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇത് ട്രയാങ്കിൾ എടുക്കാം. tan 45 എടുത്തു. tan 45 ഡിഗ്രി എടുത്താൽ ഓപ്പോസിറ്റ് സൈഡ് നമുക്കറിയാം H ആണ്, അഡ്ജസന്റ് സൈഡ് എന്താ, X ആണ്. സോ tan 45 1 ആയതുകൊണ്ട് H = X. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി അതുപോലെ എന്ത് ചെയ്യാ, നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് tan 30 ഡിഗ്രി എടുക്കാം. tan 30 ഡിഗ്രി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓപ്പോസിറ്റ് സൈഡ് H ആണ്, ബട്ട് അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് 5 + X ആയിരിക്കും. tan 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. സോ ഇതൊന്ന് ക്രോസ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക, 5 + X = H√3. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. സോ ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഫ്രം 1 and 2 എന്ത് ചെയ്താം, 1 and 2 ഇവിടെ നമുക്കറിയാം 5 + X = H√3. 5 + H ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എക്സിനെ മാറ്റാം. അപ്പൊ 5 + X എന്ന് പറഞ്ഞ H തന്നെയാണ് എന്താണ്, = H√3. ദെൻ H അവിടെ പോയാൽ 5 = H√3 - H. ദെൻ 5 = H കോമൺ ആക്കി എടുത്താൽ √3 - 1 H = എന്താ വരിക, അപ്പോ √3 - 1 ഇവിടെ വന്നാൽ H = 5/√3 - 1. നമുക്കിതിനെ റാഷണലൈസ് ചെയ്യാം. √3 + 1 ഇവിടെ താഴെ √3 + 1 കൊണ്ട് ഇൻറ്റു ചെയ്യാം. എന്ത് കിട്ടും, 5 × √3 + 1 5 × √3. അവിടെ √3 + 1 × √3 + 1 എന്നാൽ a - b × a + b ആണ്. സോ a² - b² ആണ് 2. സോ 5.5/2 എന്താ കിട്ടുക, H = 5/2 √3 + 1 മീറ്റർ. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ √3ന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ബാക്കി വർക്ക്ഔട്ട് ചെയ്യുക. ബട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, √3ന്റെ വാല്യൂ തരാത്തതുകൊണ്ടാണ് സാർ √3 + 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. വേണമെങ്കിൽ 5/2 2.5 √3 + 1/√3 + 1 എന്നും നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ, ഇനി ബോർഡ് എക്സാമിന് ഒരുപാട് സമയം ചോദിച്ചിട്ടുള്ള, ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അമിത് സ്റ്റാൻഡിങ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ finds a bird flying at a distance of 200 meter from him at an elevation of 30 degree. Deepak standing on the roof of a 50-meter high building
finds the angle of elevation of same bird to be 45 degree. Amit and Deepak are on opposite sides of bird. Find the distance of the bird from Deepak എന്ന് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. അമിത് സ്റ്റാൻഡിങ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഫൈൻഡ് എ ബേർഡ് ഫ്ലൈയിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ. സോ അമിത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് ബേർഡ് എന്ന് വിചാരിക്കുക. അപ്പൊ അമിത് എന്ത് ചെയ്തു? ബേർഡിനെ കണ്ടു. ഏതാണ്? അപ്പൊ നമുക്കൊരു ഹൊറിസോണ്ടൽ വരക്ക. എത്ര ഡിഗ്രിയില്? 30 ഡിഗ്രിയിലാണ് കണ്ടിട്ടുള്ളത്. ദെൻ ഇവിടെ ഒരു കാര്യം നോക്കുക. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ 200 മീറ്റർ ഡിസ്റ്റൻസിലാണ് അമിത് കണ്ടിട്ടുള്ളത്. നമുക്കൊരു ഹൊറിസോണ്ടൽ ഇവിടെ വരക്കാം. ഓക്കെ. ഇനി അടുത്തതോ ദീപക്. ഇത് അമിത് ആണ്. ഇപ്പൊ ഇവിടെ ഉള്ള ആള് അമിത്. ഓക്കെ. ഇനി ദീപകിന്റെ കേസാണ്. ദീപക് ഈ സ്റ്റാൻഡിങ് ഓൺ എ റൂഫ് ഓഫ് 50 മീറ്റർ ഹൈ ബിൽഡിംഗ്. ദീപക് ഗ്രൗണ്ടിലല്ല നിൽക്കുന്നത്. ദീപക് നിൽക്കുന്ന ഒരു 50 മീറ്റർ ഹൈ ബിൽഡിങ്ങിലാണ്. അപ്പൊ ആദ്യം നമുക്കൊരു 50 മീറ്റർ ഹൈ ബിൽഡിംഗ് ഇവിടെ വരക്കണം. ഓക്കെ. ഇതൊരു 50 മീറ്റർ ഹൈ ബിൽഡിംഗ്. ഇവിടെയാണ് ദീപക് ഇരിക്കുന്നത്. ഇവിടുന്ന് എന്ത് ചെയ്തു? ഫൈൻസ് ദ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് സെയിം ബേർഡ് 45 ഡിഗ്രി. ഈ സെയിം ബേർഡിന് 45 ഡിഗ്രിയിൽ വെച്ചു. മാത്രല്ല അമിത് ആൻഡ് ദീപക് ആർ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ബേർഡ്. ബേർഡിന്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിലാണ് ഇരിക്കുന്നത്. അമിത് ഇവിടെയാണെങ്കിൽ ദീപക് ഇവിടെ. കണ്ടോ? സോ ഇത് 45 ഡിഗ്രി എലവേഷനിലാണ് കണ്ടിട്ടുള്ളത്. ഇനി എന്താ പറഞ്ഞത്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ബേർഡ് ഫ്രം ദീപക്. ദീപകിന്റെ ഈ ഡിസ്റ്റൻസ്, ഇതിനെ ഞാൻ എക്സ് ആക്കി എടുത്തു. എക്സ് ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ദീപകിന്റെ എക്സ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇതിനൊരു പേര് കൊടുക്കാം. എ ബി സി ഡി ഇ എഫ് എന്നൊരു നെയിമിങ് കൊടുത്തു സാറ്. ഇനി ആദ്യത്തെ ട്രയാങ്കിൾ എടുത്താൽ ഇതിൽ നിന്ന് നമുക്ക് എ സി ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ട്രയാങ്കിൾ എടുക്കാം. എന്തായിരുന്നു ട്രയാങ്കിളിന്റെ പേര്? ട്രയാങ്കിളിന് ഇൻ ട്രയാങ്കിൾ എ ബി സി എടുക്കാം. ട്രയാങ്കിൾ ഇൻ ട്രയാങ്കിൾ എ ബി സി എടുത്തു. അതിൽ നിങ്ങൾ നോക്കണേ, ടാൻ 30 ഡിഗ്രി എടുത്താൽ ഓപ്പോസിറ്റ് സൈഡ് എന്താണെന്നു? ഓപ്പോസിറ്റ് സൈഡ് എച്ച് എന്ന് വിളിക്കാം സാറ്. അപ്പൊ എച്ച് ബൈ ഇവിടെ നമുക്ക് ടാൻ 30 എടുത്തിട്ട് കാര്യമില്ല. ബിക്കോസ് ഇവിടെ എന്താ? ഹൈപ്പോട്ടന്യൂസാ തന്നിട്ടുള്ളത്. ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് ഏത് എടുക്കേണ്ടി വരും? യെസ്, നമ്മൾ എപ്പോഴും ടാൻ 30 ഓടിച്ചെന്ന് എടുക്കൂലേ. ബട്ട് ഇവിടെ ടാൻ 30 എടുത്തിട്ട് കാര്യമില്ല. ബിക്കോസ് ഇവിടെ ഹൈപ്പോട്ടന്യൂസാ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് എടുക്കണം? സൈൻ എടുക്കണം. സോ സൈൻ 30 ഡിഗ്രി ഈക്വൽ ടു എച്ച് ബൈ 200 എന്ന് വരും. സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ ക്രോസ് ചെയ്താൽ എച്ച് ഈക്വൽ ടു 2h ഈക്വൽ ടു 200. ദെൻ h ഈക്വൽ ടു 200/2 100 മീറ്റർ. സോ h നമുക്ക് കിട്ടി 100 മീറ്റർ ആണ്. ശ്രദ്ധിക്കണേ, 100 മീറ്റർ ആണ് h. ബട്ട് ഇവിടെ വരെ 50 മീറ്റർ ആണ് അല്ലെ? ഇവിടെ വരെ 50 മീറ്റർ ആണ്. ഈ ബാക്കി എത്രയുടെ ഉണ്ടാവുക? ബാക്കി 50 അല്ലേ ഉണ്ടാവുള്ളൂ. ടോട്ടൽ 100 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ടോട്ടൽ 100 ആണ് കിട്ടിയിട്ടുള്ളത്. ടോട്ടൽ ഇപ്പോ h എന്ത് കിട്ടി? 100 എന്ന് ഫൈൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 50 മീറ്റർ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി ഇവിടെ 50 അല്ലേ ഉണ്ടാവുള്ളൂ. അതാണ് ഒരുപാട് കുട്ടികൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ 50, ഇവിടെ 50. സോ ഇനി അടുത്ത ട്രയാങ്കിൾ എടുക്കുക. അടുത്ത ട്രയാങ്കിൾ എടുക്കുമ്പോൾ നോക്കുക, എന്താ നമുക്ക് കിട്ടേണ്ട അഡ്ജസന്റ് സൈഡ് ആണ് ഓപ്പോസിറ്റ് തന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക? ടാൻ എന്ന് എടുക്കുക. ടാൻ 45 ഡിഗ്രി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ ഓപ്പോസിറ്റ് സൈഡ് 50 ആണ്. ബൈ അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കണം 1. സോ എക്സ് ഈക്വൽ ടു 50 മീറ്റർ. അതിന്റെ ആൻസർ എന്താണ് വരുന്നത്? 50 മീറ്റർ ആണ് വരുന്നത് ആൻസർ ആയിട്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. യെസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആണ്. അപ്പൊ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്കാണ് സാറ് പറഞ്ഞു തരുന്നത്. നോട്ട് ചെയ്ത് വെച്ചോ. അതായത് നമുക്ക് വരുന്ന ട്രയാങ്കിൾസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അധികവും നമുക്ക് വരുന്നത് ഇതുപോലെ ആയിരിക്കും. നിങ്ങൾ നോക്കണേ, ഇതുപോലത്തെ ട്രയാങ്കിളില് അധികം ഒരു 30-60 ഡിഗ്രി ആയിരിക്കും വരുന്നുണ്ടാവുക. ഇങ്ങനെ വരുമ്പോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, 30:60:90 ആണ്. ഏകദേശം ഒരു 90%
ട്രയാങ്കിൾസും നമുക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് 1:√3:2 ആയിരിക്കും എന്തുണ്ടാവുക, സൈഡിന്റെ റേഷ്യോ ഉണ്ടാവുക. ഇതൊന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച അടിപൊളിയായി. ഇനി നിങ്ങൾ തന്നെ നോക്കുക, ഇവിടെ സാറ് 13ന്റെ ഓപ്പോസിറ്റ് 5 എഴുതി, അങ്ങനെയാണ് ഇവിടെ 5√3, ഇവിടെ എന്തായിരിക്കും 10 ആയിരിക്കും. ഇനി 9ന്റെ ഓപ്പോസിറ്റ് 20 ആണെങ്കിൽ 13ന്റെ ഓപ്പോസിറ്റ് 10, ഇവിടെ 10√3. ഓക്കെ, 9ന്റെ ഓപ്പോസിറ്റ് എന്താണോ അതിന്റെ ഹാഫ് ആയിരിക്കും, ഇതിന് ഡബിൾ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതായത് ഇവിടെ നമ്മൾ 2 എഴുതിയാൽ 9ന്റെ ഓപ്പോസിറ്റ് 4 എഴുതണം, ദെൻ ഇവിടെ 2√3 ആയിരിക്കും വരിക 16ന്റെ ഓപ്പോസിറ്റ്. നിങ്ങൾ നോക്ക്, 13ന്റെ ഓപ്പോസിറ്റ് സാർ 8 എഴുതിയാൽ 16ന്റെ ഓപ്പോസിറ്റ് 8√3 ആയിരിക്കും വരിക, ഇതിന്റെ ഓപ്പോസിറ്റ് നേരെ ഡബിൾ 16. ഇത് നിങ്ങൾ MCQ ക്വസ്റ്റ്യനിലാണ് അപ്ലൈ ചെയ്യേണ്ടി, അല്ലാത്തതിന് നമുക്ക് സ്റ്റെപ്പ് വേണം. കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇനി ചില സമയത്ത് നമുക്കൊരു പണി തരാറുണ്ട്. 60ന്റെ ഓപ്പോസിറ്റ് √3 ആണ്, അവിടെ ഒരു 10 ആണ് വന്നു, അപ്പൊ എന്താ ചെയ്യാ? 60ന്റെ ഓപ്പോസിറ്റ് ആണ് 10 വന്നാൽ എന്താ ചെയ്യാ? ഒന്നുമില്ല, നേരെ ഇവിടെ 13ന്റെ ഓപ്പോസിറ്റ് 10/√3 എന്ന് വരും. ഇവിടെ അതിന്റെ ഡബിൾ എന്താ? 20/√3. ഒന്നുകൂടി ശ്രദ്ധിച്ചോ, 60 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് നമുക്കൊരു 5 വന്നു, അപ്പൊ ഇവിടെ 30 എന്ന് പറഞ്ഞാൽ 5/√3, ഇവിടെ എന്തായിരിക്കും? 10/√3, അതിന്റെ ഡബിൾ ആയിരിക്കും എന്നുള്ള ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിജയ് lives in a flat. Vijay lives in a flat in a multi-story building. Initially, his driving was rough, so his father keeps eye on his driving. Once he drives from his house to Faridabad, his father was standing on the top of the building at point A, as shown in figure. At point C, the angle of depression of car from the building was 60 degree. After accelerating 20 meter from point C, Vijay stops at point D to buy ice cream, and the angle of depression changed to 30 degree. നിങ്ങൾ നോക്കണേ, വിജയ് എന്ന് പറഞ്ഞാൽ വിജയ് ആദ്യം തന്നെ ഒരു ചെറിയൊരു പ്രശ്നക്കാരനാണ് തോന്നുന്നുണ്ട്. കാരണം വിജയ് റഫ് ആയിട്ടാണ് എന്ത് ചെയ്യും, ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫാദർ എന്ത് ചെയ്യും, വിജയ് വണ്ടി എടുത്ത് പോകുമ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കുന്നുണ്ട്. അപ്പൊ ആ ഫിഗർ ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഫിഗർ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒന്ന് വരച്ചു നോക്കാം. ഇതാണ് ഈ ഫിഗർ അല്ലെ. അപ്പൊ ആദ്യം വിജയ് ഇവിടുന്ന് എന്ത് ചെയ്തു, കാർ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ സീലും എത്തിച്ചു. അവിടുന്ന് പിന്നെ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് വീണ്ടും സ്പീഡ് കൂട്ടിയിട്ട് പോയിട്ടുണ്ട് ആള്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് AB. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് കാർ അറ്റ് പൊസിഷൻ D. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് കാർ അറ്റ് പൊസിഷൻ C. ഇത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ചെയ്യാ എന്നുള്ളതാണ് സാറ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഈ ഫിഗർ നമുക്കൊന്ന് അടിപൊളിയാക്കി വരക്കാം. ആദ്യം നമുക്ക് ആ മൾട്ടി സ്റ്റോർ ബിൽഡിംഗ് വരക്കാം കേട്ടോ. ഫാദർ ഇവിടെ ഇങ്ങനെ നോക്കിക്കുന്നുണ്ട്, ഇതാണ് ഫാദർ നോക്കിക്കുന്ന പൊസിഷൻ. ഇനിയോ മൾട്ടി സ്റ്റോർ ബിൽഡിങ്ങിൽ ഫാദർ നോക്കിക്കുന്ന പൊസിഷൻ നമുക്ക് മനസ്സിലായി. ഇനി അറ്റ് പോയിന്റ് C ഡിപ്രഷൻ, വിജയ് സ്റ്റോപ്സ് അറ്റ് പോയിന്റ് D ടു ബൈ ഐസ്ക്രീം. ഐസ്ക്രീം വാങ്ങാൻ ഇവിടെ കേട്ടോ നിർത്തിയിട്ടുള്ളത്, കാരണം ഇവിടുന്ന് അങ്ങോട്ട് ചും പറഞ്ഞ് കത്തിച്ചു പോയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുക, ഇവിടുന്ന് ഇത്ര പോയിട്ടുണ്ട്, ഇവിടെ ഒരു പോയിന്റ് C, ദെൻ ഇവിടെ ഒരു പോയിന്റ് D. ഇത് B ആണ്, ഇത് A ആണ്. എന്ന് ഒരു ഡിപ്രഷനും ഉണ്ട്, അതുപോലെ D ഒരു ഡിപ്രഷനും ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ ഡിപ്രഷൻ ഇവിടെ Aന്ന് 30 ആദ്യം 60ലായിരുന്നു ഡിപ്രഷൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് 60 ഡിഗ്രി വരും, ദെൻ ഇവിടെ 30 ഡിഗ്രി വരും, ഇവിടെ 20 മീറ്റർ തന്നിട്ടുണ്ട്. നിങ്ങൾ ഒറ്റ കാര്യം നോക്കണേ, സാർ ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇവിടെ 60 ഇവിടെ 30 ആണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ ഭയങ്കര സിമ്പിളാ. നോക്കുക, ഇവിടെ 30 ഇവിടെ 60 ആണെങ്കിൽ ബാക്കി ഇവിടെ 120 ഉണ്ടാവുക അല്ലെ. നിങ്ങൾ ഈ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 120 30 ബാക്കി എത്രയുള്ളത് 30 ഡിഗ്രി അല്ലെ. ഈ ട്രയാങ്കിൾ നോക്ക് 30 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുക? ഇവിടെ നോക്കിയാൽ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാ. ഇപ്പൊ സാറ് വരച്ചിട്ടുള്ള ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഐസോസിലസ് ആ. അപ്പൊ 30ന്റെ ഓപ്പോസിറ്റ് 20 ആണ്, ഈ 30ന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും 20 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെയും 20 മീറ്റർ തന്നെ ആയിരിക്കും. ശ്രദ്ധിക്കണേ, ഇവിടെ താഴെ 20 ആയതുകൊണ്ട് ഇവിടെയും 20 മീറ്റർ ആയിരിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 60 ആയതുകൊണ്ട് ഇവിടെ 30 അല്ലേടാ ആണ്. നോക്കുക, 90 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് 20 ആണെങ്കിൽ 30ന്റെ ഓപ്പോസിറ്റ് 10,
16ന്റെ ഓപ്പോസിറ്റ് 10√3 അല്ലേ വരിക. ഇപ്പൊ പഠിച്ചതുള്ളൂ. സോ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലെങ്ത് കൂടെ കണ്ടുപിടിക്കുക. ഈ ഒരു ലെങ്ത് കൂടെ ഒന്ന് ജസ്റ്റ് സാറ് കണ്ടുപിടിക്കുക. ഇത് കംപ്ലീറ്റ് ട്രയാങ്കിൾ എടുക്കുമ്പോൾ, അതായത് കംപ്ലീറ്റ് ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഈ താഴെ സൈഡ് 10+20 ഇത് 30 ആണ്. ഇവിടെ 60 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക്കലി 30 ആയിരിക്കും. അപ്പൊ 30 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് 30 ആണ്. അപ്പൊ നോക്കുക, 30 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് 30 ആണ്. 90ന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? നേരെ ഡബിൾ 60. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 60 ആയിരിക്കും. അപ്പൊ എല്ലതും കിട്ടി. ഇവിടെ 60 മീറ്റർ ആയിരിക്കും. ടോട്ടൽ എല്ലാം കിട്ടി. ഒന്നുകൂടെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. നമ്മൾ നേരത്തെ ചെയ്തത് ഇതൊന്നും കൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് കാണുക. ബിക്കോസ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്താ എക്സ് എന്ന് പറഞ്ഞാൽ? എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ബി സി ആണ്. എത്ര? 10 മീറ്റർ. കണ്ടോ, പെട്ടെന്ന് കിട്ടി. ഇനി അടുത്തതോ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് എ ബി? എ ബി എന്ന് പറഞ്ഞ ഹൈറ്റ് എത്ര? 10√3. സോ അതും പെട്ടെന്ന് കിട്ടി. ഇനി അടുത്ത എന്താ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ് ആൻഡ് കാർ അറ്റ് എ പൊസിഷൻ ഡി. കാർ പൊസിഷൻ ഡിയും ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ് എത്ര? 60 മീറ്റർ. സിമ്പിൾ. ഇനി എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? അതിന് നമ്മൾ ആൻസർ ചെയ്യാൻ റെഡി ആണ് അല്ലെ? അപ്പൊ അടുത്ത് നോക്കുക. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ് ആൻഡ് കാർ പൊസിഷൻ സി. സി ആയിട്ടുള്ള കാർ പൊസിഷൻ സി ആയിട്ട് എത്ര? 20 മീറ്റർ. സിമ്പിൾ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്കറിയാം ഇത് MCQ മോഡലിലാണ്. കേസ് സ്റ്റഡിയിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. കൈറ്റ് ഫെസ്റ്റിവലിന്റെ ക്വസ്റ്റ്യൻ. കൈറ്റ് ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ മെനി കൺട്രീസ് അറ്റ് ഡിഫറെന്റ് ടൈംസ് ഓഫ് ദ ഇയർ. In India, every year, 14th January is celebrated as International Kite Day. On this day, many people visit India and participate in the festival by flying various kind of kites. The picture given below shows 3 kites flying together. Okay, 3 kites. ഇനി അത് നമുക്ക് ഇവിടെ ഒരു ഫിഗർ ആക്കിയിട്ട് തന്നിട്ടുണ്ട് ഇവര് കേട്ടോ. ആ ഫിഗറിൽ എന്താ പറഞ്ഞേ? ഫിഗറിൽ ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് 2 kites എ ആൻഡ് ബി ഫ്രം ഹാൻഡ്സ് ഓഫ് മാൻ പോയിന്റ് സി. അപ്പൊ ഇവിടെ ഒരാള് എന്ത് ചെയ്യുന്നുണ്ട്? 2 കൈറ്റ്സ് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. ഇതാണ് ഒരു സ്ട്രിങ്. ഇത് ഒരു സ്ട്രിങ് ഇങ്ങോട്ടും ഒരു സ്ട്രിങ് ഇങ്ങോട്ടും പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താ വരുന്നത്? 60 ഡിഗ്രി 30 ഡിഗ്രി റെസ്പെക്റ്റീവ്ലി. ടേക്കിംഗ് AD ഈക്വൽ ടു 50 മീറ്റർ, ബി ഈക്വൽ ടു 60 ഡിഗ്രി. ഫൈൻഡ് ദ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. ഫൈൻഡ് ദ, ഇവിടെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിട്ടുള്ളത്? ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് യൂസ്ഡ് ഫോർ കൈറ്റ് എ ആൻഡ് ബി ഷോൺ ഇൻ ദ ഫിഗർ. അപ്പൊ ഇവിടെ നോക്കാം, നമ്മളോട് ഈ ഫിഗറിലുള്ള ലെങ്ത് ചോദിച്ചിട്ടുള്ളത്, പിന്നെ ഡിയും ചോദിച്ചിട്ടുണ്ട്. ഈ 2 ഫിഗറും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റത്തെ ഫിഗറിൽ നിങ്ങൾ നോക്കുക, ഇവിടെ ഈ ബി സിയും എ സിയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാരണം സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ അടിപൊളിയാക്കിയിട്ട് ഒന്ന് നോക്കിയാൽ ഇവിടെ തന്നെ കിട്ടും. നമുക്ക് ഫിഗർ ഇങ്ങനെ വെച്ച് നോക്കിയാൽ തന്നെ പെട്ടെന്ന് കിട്ടും. ഒന്ന് നോക്കി നോക്കാം. 60 ഡിഗ്രി നോക്ക്. 60 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് അല്ലടാ 60 വന്നിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 30 ഡിഗ്രി അല്ലേ ഇവിടെ വരിക? 30ന്റെ ഓപ്പോസിറ്റ് എന്താ വരിക? 60/√3 എന്നും. ഇവിടെ എന്താ വരിക? 120/√3. ഈ 120/√3നെ നമുക്ക് എന്ത് മാറ്റി എഴുതാം? 120/√3നെ √3 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, മുകളിലും √3 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പൊ എന്താ കിട്ടുക? √3 × √3. അപ്പൊ 120√3/3 എന്ന് എഴുതിയാൽ 120നെ 3 കൊണ്ട് കട്ട് ചെയ്താൽ 40. സോ 40√3 എന്നായിരിക്കും. അപ്പൊ ഇവിടെ എന്താ കിട്ടുക? 40√3. എത്ര പെട്ടെന്ന് ആൻസർ കിട്ടി അല്ലെ? 40√3 എന്ന് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ ഈ സൈഡിൽ നോക്കുക. ഇവിടെ 30ന്റെ ഓപ്പോസിറ്റ് 50. എടാ, അപ്പൊ 90ന്റെ ഓപ്പോസിറ്റ് എന്താ വരിക? 100 അല്ലേ? എന്തൊരു സിമ്പിൾ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലെങ്ത് ഓഫ് സ്ട്രിങ് കാരണം ഫസ്റ്റത്തെ സ്ട്രിങ് എന്താ? എ. കൈറ്റ് എ വരുന്ന സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്ര വരുന്നത്? 40. എ വരുന്നത് 100 മീറ്റർ. ആൻഡ് ബി വരുന്നത് എന്താ? 40√3 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 kites? അപ്പൊ നിങ്ങൾ നോക്കുക, ദീസ് 2 kitesന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഇതാണ് അല്ലെ?
ഈ ആംഗിൾ എത്ര? ഇത് 60 ഇത് 30. ടോട്ടൽ 180 അല്ലേടാ ഇവിടെ വരിക. ടോട്ടൽ 180 അല്ലേ വരിക. അതുകൊണ്ട് 16 30 കഴിഞ്ഞത് എന്തായിരിക്കും? 90 ആയിരിക്കും. സോ ഇത് റൈറ്റ് ആംഗിൾ ആണ്. ഈ ട്രയാങ്കിൾ എന്താണ്? ദാ ഈ നിങ്ങൾ ഈ കാണുന്ന ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇതില് ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ബാക്കിയുള്ള രണ്ടിന്റെ സ്ക്വയർ ചെയ്താൽ ഹൈപ്പോട്ടന്യൂസ് കിട്ടും. എന്താണ് ചെയ്യേണ്ടത്? 40√3 ഹോൾ സ്ക്വയർ പ്ലസ് 100 സ്ക്വയർ ചെയ്താൽ നമുക്ക് ഡി സ്ക്വയർ കിട്ടും. അങ്ങനെയാണ് ഡി സ്ക്വയർ കണ്ടുപിടിക്കുക. 40√3 എന്ന് പറഞ്ഞാൽ 40ന്റെ സ്ക്വയർ 1500 ഇൻറ്റു 3 പ്ലസ് 100ന്റെ സ്ക്വയർ 10,000. സോ ഡി സ്ക്വയർ ഈക്വൽ ടു 1600 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എന്താ? 16 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 16 32 4800 പ്ലസ് 10,000. ദെൻ എന്ത് കിട്ടും? ഡി സ്ക്വയർ ഈക്വൽ ടു 10,4800 അല്ലേ? 0 കൂടിപ്പോയോ? 1 2 3 4 ഓക്കെ. 10,4800 എന്ന് കിട്ടും. 1 2 3 4 ഓക്കെ. ഇത്രയെന്ന് കിട്ടുക. ഇനി നിങ്ങളൊരു കാര്യം നോക്കേണ്ടത്, ഇവിടെ നമുക്ക് 148ന് വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി ചെയ്താൽ 148ന് നമുക്കൊരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 148നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 3 3 4 12 28ൽ 7. അപ്പൊ 37 ഇൻറ്റു 148 എന്ന് എഴുതാം, അല്ലെങ്കിൽ 37 ഇൻറ്റു 400 എന്ന് എഴുതാം ഇതിനെ. സോ സാറ് ഈ ഡി സ്ക്വയർ, ഡി എന്ന് പറഞ്ഞ റൂട്ട് ഓഫ് 14800, ഇതിനെ മാറ്റി എഴുതാം 37 ഇൻറ്റു 400 എന്ന് എഴുതാം. സോ ഡി ഈക്വൽ ടു 400ന്റെ റൂട്ട് നമുക്കറിയാം 20 ആണ്. അപ്പൊ 20√37 മീറ്റർ ആണ് എന്ത് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ബാക്കിയുള്ള സപ്പോർട്ട് കൂടെ നിങ്ങൾക്ക് ബോർഡ് എക്സാം വരെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.